എനിക്കറിയായിരുന്നു നീ തന്നെയാണ് ഇത് ഒളിപ്പിച്ചു വെച്ചതെന്ന്. എടുക്കെടുക്ക്, പെട്ടെന്ന് എടുക്ക്. നിന്റെ കൈ കൊണ്ട് തന്നെ എനിക്കിതാ. ഇതല്ലേ വേണ്ടത്? ഇതുള്ളിൽ ചെല്ലുമ്പോഴല്ലേ മറ്റുള്ളവരുടെ വേദന എന്താണെന്ന് നിങ്ങൾക്ക് അറിയാത്തത്? ഇതിനു വേണ്ടി ഭ്രാന്ത് പിടിക്കുമ്പോഴല്ലേ ഒരാളുടെ കണ്ണും മനസ്സും പുകയുന്നത് നിങ്ങൾ തിരിച്ചറിയാത്തത്? അത്രയ്ക്ക് വലിയ ഭ്രാന്താണ് നിങ്ങൾക്കെങ്കില് ഇതെന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. അയ്യോ, എന്താ ഒരു സൗണ്ട്? നീ എന്തായി കാണിച്ചത്? എന്തീ കാണിക്കുന്നേ? അത് ഇതാ. നിങ്ങൾക്ക് മദ്യപിക്കാം, ആരെയും വെല്ലുവിളിക്കാം, എന്നെ പോലൊരു പാവത്തിന്റെ കഴുത്തിൽ താലിയും കെട്ടാം, എന്നിട്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ നടക്കാം. അതിനല്ലേ ഈ വിഷം നിങ്ങൾ കുടിക്കുന്നത്? നന്ദിനി, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. ആ 2 ബോട്ടിലും ഇതാ. ഇത് വേണം, ഇത് വേണമല്ലേ നിങ്ങക്ക്? എന്നെ ചതിച്ചാ മതി, എന്റെ കുടുംബത്തിനെ ഇല്ലാതാക്കിയാ മതി. അതിനു വേണ്ടി നിങ്ങൾ ഇനി കുടിക്കണ്ട. വാ, നമുക്ക് എന്താന്ന് പോയി നോക്കാം. നീ ആരാ? എന്റെ മദ്യക്കുപ്പിൾ എറിഞ്ഞു കൊടുക്കാൻ നിനക്ക് ഈ വീട്ടിൽ എന്താ അധികാരം? നീ ആരാ? എന്റെ ഈ വീട്ടിനകത്ത് കാല് കുത്താനുള്ള യോഗ്യത ഉണ്ടോ നിനക്ക്? നിന്നെ പോലെ ഒരുത്തിക്ക് സ്വപ്നം കാണാൻ പറ്റോ ഈ വീടിന്റെ അകത്തോളം? ചോദിക്കേ, നിങ്ങളുടെ അമ്മ ചോദിക്കുന്ന അതേ ചോദ്യങ്ങൾ തന്നെ നിങ്ങളും എന്നോട് ചോദിക്കേ. അതിനുവേണ്ടി തന്നെയാ ഞാൻ ഇതെല്ലാം തല്ലി ഉടച്ചത്. നിങ്ങളുടെ മനസ്സിലിരിപ്പ് എന്താന്ന് എനിക്ക് അറിയണം. നിനക്കെന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അറിയണല്ലേ? എന്റെ മുമ്പിൽ ഇത്രയും ധിക്കാരം കാണിച്ച നിന്നോണ്ടല്ലോ. സൂര്യ, സൂര്യ, കൈ താഴ്ത്ത്. കൈ താഴ്ത്താണല്ലേ പറഞ്ഞത്? അച്ഛൻ ഇത് കണ്ടില്ലേ? ഇവിടെ കാണിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ? ഇനി എന്റെ കൺമുമ്പിൽ അവളെ കണ്ടുപോകരുത്. ഈ നിമിഷം അവളെ പുറത്തിറക്കി വിടണം. ഇവള് നിന്റെ ഭാര്യയാണ്. എന്ത് ഭാര്യ? ഈ നാശം പിടിച്ചവളുടെ കഴുത്തില് ഞാനൊരു താലി കെട്ടിയിട്ടുണ്ടെങ്കിൽ അത് എന്റെ അമ്മയെ തോൽപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ ഇവിടെ ഞാനൊരു ഭാര്യയായിട്ടൊന്നും കണ്ടിട്ടില്ല. ഒരു പെണ്ണായിട്ടും കണ്ടിട്ടില്ല. സൂര്യ, നീ ഇറങ്ങിപ്പോ. ഇറങ്ങിപ്പോവാനാ പറഞ്ഞത്. അച്ഛൻ, ഞാൻ പോവാം. പക്ഷേ ഇത് സൂര്യ പൊറുക്കില്ല. ഇതിന് ഇവളോട് ഞാൻ പ്രതികാരം ചെയ്തിരിക്കും. അച്ഛൻ നോക്കിക്കോ. മാറിക്കോട്ടെ.